യുദ്ധം പശ്ചിമേഷ്യ ആളിക്കത്തുമോ? കാസിം ഇരിക്കൂർ സിറാജിൽ എഴുതിയ വിശകലനം. തന്റെ വാക്കിന് വിലയും നിലയുമില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് ഒരിക്കൽ കൂടി തെളിയിച്ചു. ഇറാന്റെ 6 ആണവ കേന്ദ്രങ്ങളിൽ മർമ്മപ്രധാനമായ 3 ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ ഞായറാഴ്ച പുലർച്ചെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വിജയകരമായി വർഷിച്ചതോടെ സമാധാന ചർച്ചയ്ക്കായി ട്രംപ് നീക്കിവെച്ച 2 ആഴ്ചത്തെ അവധി ഒരു ദിവസം കൊണ്ട് അവസാനിച്ചു. അമേരിക്ക രാജ്യത്ത് സൈനികമായി ഇടപെടുകയാണെങ്കിൽ പശ്ചിമേഷ്യ ആളിക്കത്തുമെന്നും യാങ്കികളുടെ സർവ്വ താവളങ്ങളും തങ്ങൾ ലക്ഷ്യമിടുമെന്നും പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും സംഘർഷത്തിലേക്ക് എടുത്തുചാടിയ ട്രംപിന്റെ അവിവേകം ലോകം അതീവ ഉത്കണ്ഠയോടെയാണ് നോക്കിക്കാണുന്നത്. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ യൂറോപ്യൻ ശക്തികൾ മുൻകൈയെടുത്ത് നടത്തിയ സമാധാന ശ്രമങ്ങളെ തള്ളി ഇറാൻ എന്നോട് മാത്രമേ സംസാരിക്കേണ്ടൂ എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പാണ് യുദ്ധത്തിലേക്കുള്ള ഇറങ്ങിയോട്ടം. എന്നിട്ട് പറയുകയാണ്, ഇനി സമാധാനത്തിനുള്ള സമയമാണ്, അതിന് തയ്യാറല്ലെങ്കിൽ ഇതിലും ശക്തമായ തിരിച്ചടി പ്രതീക്ഷിച്ചുകൊള്ളുക എന്ന്. സമാധാനമല്ല, ഇറാന്റെ ഉന്മൂലനമാണ് അമേരിക്കയുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്ന് മനസ്സിലാക്കിയ അലി ഖാംനെയുടെ വിലയിരുത്തൽ 100% പുലർന്നിരിക്കുന്നു. വരും ദിനങ്ങൾ അല്ല മണിക്കൂറുകൾ പശ്ചിമേഷ്യയുടെ ഗതി നിർണ്ണയിക്കാൻ പോവുകയാണെന്ന് ഇരു രാജ്യങ്ങളും തുടരുന്ന ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും വിളിച്ചു പറയുന്നു. US ആക്രമണത്തിന് തൊട്ടുപിറകെ ഇറാൻ തെൽ അവീവിലേക്കും ഹൈഫയിലേക്കും 30ഓളം മിസൈലുകൾ വിട്ട് കനത്ത നാശനഷ്ടങ്ങൾ വരുത്തി. തുറന്ന യുദ്ധത്തിനാണ് യവനിക ഉയരുന്നതെങ്കിൽ 3ാം ലോക യുദ്ധത്തിലേക്ക് അത് വഴിമാറില്ലെന്ന് ഒരാൾക്കും ഉറപ്പു നൽകാനാകില്ല. കാരണം മതഭ്രാന്തനും അവിവേകിയും യുദ്ധാസക്തനുമായ ഒരു മനുഷ്യൻ വൈറ്റ് ഹൗസിൽ ഇരിക്കുന്ന കാലത്തോളം ലോകസമാധാനം ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. അമേരിക്കയിൽ നിന്ന് അവധാനതയുടെ സ്വരം കേൾക്കാമെന്ന പ്രതീക്ഷ വേണ്ട. പാർലമെന്റിന്റെ അംഗീകാരം തേടാതെയാണ് ഇറാനിൽ ഇടപെട്ടതെന്ന് ഡെമോക്രാറ്റിക് നേതാക്കളുടെ വിലാപം വനരോധനമായി കലാശിക്കുകയേയുള്ളൂ. ഹിറ്റ്ലർക്ക് ശേഷം ആധുനിക ലോകം കണ്ട ഏറ്റവും ക്രൂരമായ ഭരണാധികാരിയുടെ ആഗ്രഹങ്ങൾക്കൊത്ത് ആടാൻ ഒരുമ്പിട്ടിറങ്ങിയ ട്രംപിന്റെ മുന്നിൽ ഇറാന്റെ സൈനിക ശക്തി കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത ഖാംനെയ്ക്കുണ്ട്. പടിഞ്ഞാറൻ സാമ്രാജ്യത്വ ശക്തികളുടെ പാവയായിരുന്ന ഷാ റിസ പഹ്ലവിയുടെ സ്വേച്ഛാധിപത്യത്തിന്റെ അന്ത്യം കുറിച്ച 1979 വിപ്ലവത്തിലൂടെ വളർത്തിക്കൊണ്ടുവന്ന ഭരണകൂടത്തെയും സാമൂഹിക മേൽഗതിയെയും നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ഇസ്രായേൽ US അച്ചുതണ്ടിനെ എങ്ങനെ നേരിടും എന്ന ചോദ്യത്തിനാണ് കാലം മറുപടി തേടുന്നത്. 10 ദിവസം മുമ്പ് ഇസ്രായേൽ ടെഹ്റാനിലേക്ക് പോർവിമാനങ്ങൾ അയച്ച് തന്റെ വലങ്കൈയായി വർത്തിച്ച സൈനിക മേധാവികളുടെയും ആണവ ശാസ്ത്രജ്ഞരുടെയും മുൻനിര ഉപദേശകരുടെയും കഥ കഴിച്ച ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും തുടരെ തൊടുത്തുവിട്ട് വൻ നാശം വിതച്ച് ഇറാൻ സൈന്യം ലോകത്തെ ഞെട്ടിച്ചു. അടിച്ചാൽ ഇസ്രായേലായാലും ശരി, തിരിച്ചടി കിട്ടുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇനി ഏത് ദിശയിലാണ് പ്രത്യാക്രമണം നടത്താൻ പോകുന്നതെന്ന ചോദ്യമാണ് ലോകത്തെ മുൾമുനയിൽ നിർത്തുന്നത്. ജോർജ് ബുഷ് ഭരിച്ച അമേരിക്കയുടെ കാബാലികതയ്ക്ക് ഇരയായ ഇറാഖോ ലിബിയയോ അല്ല ഖാംനെയുടെ ഇറാൻ. വിസ്തൃതിയിലും ജനസംഖ്യയിലും സൈനിക ശക്തിയിലും കരുത്തിലും പ്രകൃതി വിഭവങ്ങളിലും ധാതുസമ്പത്തിലും മേഖലയിലെ ഒരു രാജ്യത്തിനും അവകാശപ്പെടാനില്ലാത്ത മേന്മ ഇറാനുണ്ട്. അമേരിക്കയെ പരസ്യമായി വെല്ലുവിളിക്കുകയും ഭീഷണികളെ അതിജീവിക്കുകയും ചെയ്ത നാടാണത്. അതുകൊണ്ടാണ് ആയുധം വെച്ച് കീഴടങ്ങണമെന്ന ട്രംപിന്റെ അന്ത്യശാസനത്തിന് ഇറാനികൾ ആരുടെ മുന്നിലും കീഴടങ്ങുന്നവരല്ല എന്ന മറുപടി വരുന്നത്. എല്ലാ ഭിന്നതകളും മറന്ന് ഇറാനികൾ ഇന്ന് ഒറ്റക്കെട്ടാണ്. ബാലിസ്റ്റിക് സൂപ്പർസോണിക് മിസൈലുകളുടെ കൂമ്പാരം തങ്ങളുടെ പക്കലുണ്ടെന്നും ആവശ്യമായി വരുമ്പോൾ അമേരിക്കയ്ക്കെതിരെ പ്രയോഗിക്കുമെന്നും ഭീഷണി മുഴക്കുന്നത് കേവലം വായ്ത്താരിയല്ലെന്ന് തെളിയിക്കപ്പെടാൻ പോകുകയാണ് തങ്ങൾ. പറയും പോലെ കേട്ടില്ലെങ്കിൽ സദ്ദാം ഹുസൈന്റെ ഗതിയായിരിക്കും ഖാംനെയെ കാത്തിരിക്കുന്നതെന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ ഭീഷണി കേട്ടപ്പോൾ മേഖലയുടെ രാഷ്ട്രീയം അറിയുന്ന നിരീക്ഷകർ നൽകിയ ഒരു മറുപടിയുണ്ട്. ഇറാഖ് അല്ല ഇറാൻ എന്നും സദ്ദാം അല്ല ഖാംനെയി എന്നും നെതന്യാഹു മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ എന്ന്. ആര് സഹായിക്കാൻ എത്തിയില്ലെങ്കിലും ഇറാന്റെ തണലിൽ വളർന്ന ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഇറാഖിലെ ഷിയ മിലിഷ്യകളും ഒരു ഘട്ടം വരുമ്പോൾ ശത്രുക്കൾക്കെതിരെ പടക്കളത്തിലിറങ്ങുമെന്ന് ഖാംനെയ്ക്ക് അറിയാം. അകലുന്ന സമാധാനം.
ഒരു ഭാഗത്ത് ഇറാനിലേക്ക് പോർവിമാനങ്ങളും ബങ്കർ ബസ്റ്റർ ബോംബ് വാഹിനികളും പറത്തുകയും മറുഭാഗത്ത് ഗസയിൽ ഭക്ഷണത്തിന് ക്യൂ നിന്ന കുഞ്ഞുങ്ങളെയടക്കം വെടിവെച്ചു കൊല്ലുകയും ചെയ്യുന്ന ബെഞ്ചമിൻ നെതന്യാഹുവുമായി എന്ത് സമാധാന ചർച്ച എന്ന ഇറാനികളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ആർക്കാണ് കഴിയുക? US ഏജൻസിയുമായി മസ്കത്തിൽ തുടരുന്ന 6ാമത് ആണവ നിരായുധീകരണ ചർച്ച പൊളിക്കാനാണ് നെതന്യാഹു ജൂൺ 13-ന് ഇറാനിലേക്ക് പോർവിമാനങ്ങൾ പറത്തിയതെന്ന് അറിയാത്ത ആളാണോ ട്രംപ്? നെതന്യാഹുവിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി യുദ്ധത്തിൽ തലയിട്ട ട്രംപ് ഓരോ ദിവസവും നൂറുകണക്കിന് ഗസവാസികളെ കൊന്നൊടുക്കുന്ന മനുഷ്യനെ കുറിച്ച് നടത്തുന്ന പ്രശംസകൾ ഈ ഭൂമുഖം മനുഷ്യരാശിക്ക് ജീവിക്കാൻ കൊള്ളാത്ത ഇടമായി മാറിയിരിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന സത്യമല്ലേ ബോധ്യപ്പെടുത്തുന്നത്? ഇസ്രായേലിന്റെ പക്കൽ 80-90 ആണവായുധങ്ങൾ ഉണ്ടെന്ന് വൈറ്റ് ഹൌസിന് തന്നെ ബോധ്യമുണ്ടായിട്ടും ഇറാൻ എന്നോ നിർമ്മിക്കാൻ പോകുന്ന ബോംബാണ് തങ്ങളുടെ അസ്തിത്വ ഭീഷണി എന്ന് ആക്രോശിക്കുമ്പോൾ അതിന് കോറസ് പാടുന്നത് ലോകത്ത് ആദ്യമായി അണുവായുധം വികസിപ്പിച്ച് ഹിരോഷിമയിലും നാഗസാക്കിയിലും ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയവരാണെന്ന സത്യം എന്തിന് ലോകം മറക്കണം? ആണവായുധങ്ങൾ കൈവശമുള്ള ലോകത്തിലെ 9 രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് ജൂത സയനിസ്റ്റ് രാജ്യത്തെയാണ്. ശത്രു രാജ്യങ്ങൾക്കും തങ്ങളെ എതിർക്കുന്ന മിലിഷ്യകൾക്കും എതിരെ അണുവായുധം പ്രയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക മാത്രമല്ല കടുങ്കൈ ചെയ്യാൻ ആലോചിക്കുകയും ചെയ്ത തെമ്മാടി രാഷ്ട്രമാണ് ഇസ്രായേൽ. ആ രാജ്യവും വകതിരിവ് തൊട്ടു തീണ്ടാത്ത യജമാനന്മാരുമാണ് ഇറാനെ ആണവമുക്തമാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത്. ലോകത്തോട് വേദമോതാൻ ഇക്കൂട്ടർക്ക് എന്തർഹത? ഗസയിൽ US ഇസ്രായേൽ പോർവിമാനങ്ങളും മിസൈലുകളും വർഷിക്കുന്ന ബോംബുകളേറ്റ് പിടഞ്ഞു മരിക്കുന്ന കുഞ്ഞുങ്ങളെ ചികിത്സിക്കേണ്ട മുഴുവൻ ആശുപത്രികളും ബോംബിട്ട് ധൂമപടലങ്ങളാക്കിയ കിരാതന്മാരാണ് ഇസ്രായേലിലെ ഒരാശുപത്രിക്ക് ഇറാന്റെ മിസൈലേറ്റ് സംഭവിച്ച കേടുപാട് ചൂണ്ടിക്കാട്ടി അലമുറയിടുന്നത്. ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞരെ ഉന്മൂലനം ചെയ്ത് അതുവഴി ആണവായുധം വികസിപ്പിക്കാനുള്ള ആ രാജ്യത്തിന്റെ ശേഷി തകർക്കുക, സൈനികമായി ദുർബലപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകാനുള്ള ശ്രമത്തിലാണ് തെൽ അവീവിലും ഹൈഫയിലും ഗാന്നയുടെ സൈന്യം പ്രത്യാക്രമണങ്ങൾ തുടരുന്നത്. ചാരസംഘടനയായ മൊസാദിന്റെ ആസ്ഥാനത്തിനു നേരെ നടന്ന ആക്രമണം സയനിസ്റ്റുകളെ ഞെട്ടിച്ചു. അതേസമയം ഇസ്രായേലിന്റെ ശാസ്ത്ര പുരോഗതിയുടെ നിദാനമായി കരുതുന്ന തെൽ അവീവിലെ വിസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന് നേരെ നടന്ന ആക്രമണം കനത്ത ഭൗതിക നാശനഷ്ടങ്ങളാണ് വരുത്തിവെച്ചിരിക്കുന്നത്. വിവിധങ്ങളായ ഡിപ്പാർട്ട്മെന്റുകൾ വർഷങ്ങളായി നടത്തിവന്ന ഗവേഷണ നേട്ടങ്ങൾ മിസൈലേറ്റ് ചാരമായത് ഇസ്രായേലിന് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഇറാന്റെ ആക്രമണത്തിൽ ജൂതരാഷ്ട്രത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രഹരങ്ങളുടെ യഥാർത്ഥ വിവരങ്ങൾ ഒരു നിലക്കും പുറത്തുവരില്ല. കാരണം യുദ്ധത്തിന്റെ യഥാർത്ഥ കെടുതികൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാധ്യമങ്ങൾക്ക് പൂർണ്ണമായ വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോഴും. സൈബർ ലോകത്ത് ഇസ്രായേൽ ജയിച്ചു കഴിയുകയാണ്. അത്രമാത്രം കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. ഖാംനെയിയെ ബങ്കറിൽ അടക്കം ചെയ്തിട്ട് എത്ര നാളായെന്നോ. പക്ഷേ മിക്കവാറും ദിവസങ്ങളിൽ അദ്ദേഹം അനുയായികളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. മരണം ഉറപ്പിച്ച നേതാവ് തന്റെ പിൻഗാമികളുടെ പേര് പ്രഖ്യാപിച്ചതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് വൈറ്റ് ഹൌസ് കോർക്കുന്ന വാർത്ത അടിസ്ഥാനമാക്കിയാണ്. സംഘർഷം ലഘൂകരിച്ച് സമാധാനത്തിന്റെ പാതയിലേക്ക് ഇരു രാജ്യങ്ങളെയും തിരിച്ചു കൊണ്ടുവരാൻ ഒരു റൂസ്വെൽറ്റോ കിസ്സിംഗറോ ജിമ്മി കാൾട്ടറോ ഇല്ലാത്ത വർത്തമാനകാലത്ത് ലോകത്ത് സർവാംഗീകൃതനായ ഒരു മധ്യസ്ഥൻ ഇല്ല എന്നതാണ് സംഘർഷം കൂട്ടുന്നത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി കൊടും കുറ്റവാളിയായി വിധി കൽപ്പിച്ച ഒരു മനുഷ്യനെ കെട്ടിപ്പുണർന്ന് റഫറി ചമയാൻ തുനിയുന്ന ഡൊണാൾഡ് ട്രംപ് നമ്മുടെ കാലഘട്ടത്തിന്റെ ശാപമാണ്. യൂറോപ്യൻ ശക്തികൾ പഴയ കോളനികാല മനോഘടനയിൽ നിന്ന് ഇതുവരെ മുക്തമായിട്ടില്ല. അതുകൊണ്ട് കുരിശ് യുദ്ധത്തിന്റെ ഭാഷയിലെ അവർക്ക് ഇടപെടാൻ സാധിക്കുന്നുള്ളൂ. സോവിയറ്റ് യൂണിയന്റെ പതനം US പ്രസിഡന്റിനെ ഏക ഛത്രപതിയാക്കുമെന്നും അതോടെ ലോകം പടിഞ്ഞാറൻ കാട്ടാളത്തം വാഴുന്ന മരുഭൂമിയായി മാറുമെന്നുമുള്ള പ്രവചനങ്ങൾ തെറ്റിയില്ല. റഷ്യ ഇസ്രായേലിന്റെ സൈനികാതിക്രമങ്ങളെ എതിർക്കുമ്പോഴും ഇറാന് സൈനിക സഹായം നൽകാൻ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. ചൈന രഹസ്യമായി ബാലിസ്റ്റിക് മിസൈലുകളും മറ്റായുധങ്ങളും തെൽ അവീവിൽ എത്തിക്കുന്നുണ്ടെങ്കിലും അമേരിക്കക്ക് മുന്നറിയിപ്പ് നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ലോക സമാധാനമല്ല, വിപണിയാണ് എല്ലാവർക്കും പ്രധാനം. ഉത്തര കൊറിയ ഉറച്ച ശബ്ദത്തിൽ പടിഞ്ഞാറൻ വിരുദ്ധത വിളിച്ചു പറയുന്നുണ്ട്. ഇറാന്റെ പരാജയം ഇസ്രായേലിനെ കൂടുതൽ അപകടകാരിയാക്കുകയും മേഖലയുടെ കടിഞ്ഞാൺ സ്വയം അവർ ഏറ്റെടുക്കുമെന്ന
അത്യാഹിതത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. പശ്ചിമേഷ്യ ആളിക്കത്തിക്കാൻ ഇസ്രായേലിന് സർവ്വ ഒത്താശകളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈറ്റ് ഹൌസിൽ ഒരുക്കിയ വിരുന്നിൽ പങ്കെടുത്ത് നൊബേൽ സമാധാന പുരസ്കാരത്തിന് ട്രംപിന്റെ പേര് നിർദ്ദേശിച്ച പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയെപ്പോലുള്ളവർ ജീവിച്ചിരിക്കുമ്പോൾ ആർക്കും പുണ്യകാലം ചമയാൻ ഇവിടെ പഴുതുണ്ട് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് സാമ്രാജ്യത്വ സയനിസ്റ്റ് ശക്തികൾക്കെതിരെ ലോക മനസാക്ഷിയെ ഏകോപിപ്പിക്കുകയേ ഇനി നിവൃത്തിയുള്ളൂ.